മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ. നൈപുണ്യ വികസനം നേടിയവർക്ക് ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അവസരങ്ങളുടെ പെരുമഴയാണെന്ന് കണ്ണൂരിൽ നടന്ന ഉച്ചകോടി ചൂണ്ടിക്കാട്ടി. പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് വൻതോതിൽ അവസരങ്ങൾ ലഭ്യമാവുമ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച രീതിയിൽ നൈപുണ്യ വികസനം നേടണം. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രസക്തരായി നിലനിൽക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമാണ്. നൈപുണ്യ വികസനം രണ്ടാം കിടയായ ഒന്നല്ല, അതിനോടുള്ള തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണം. 2030 ലോകത്താകമാനം നോക്കിയാൽ അധികമായി മാനുഷിക വിഭവശേഷിയുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാവുമെന്ന് ILO പറയുന്നു. ലോകത്ത് 5 നിയമനം നടന്നാൽ അതിൽ 3 ഇന്ത്യയിലാവും. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നമ്മളും വിദ്യാർത്ഥികളും തയ്യാറെടുക്കണമെന്നും ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടലിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ നൈപുണ്യം ജന്മസിദ്ധമായി കൈവരിക്കാൻ കഴിയും നിങ്ങൾ തീരുമാനിച്ചാൽ അത് ഭക്തന്തരമാക്കാൻ ആകാശങ്ങളിലെടുക്കാൻ അയൽ സംസ്ഥാനങ്ങളായ അയൽ ഗ്രഹങ്ങളും കീഴ്പ്പെടുത്താനൊക്കെ കഴിയുന്ന അന്വേഷണ കഴിവുകളിലും സാക്ഷരതകളും ബൗദ്ധികമായി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾ. ആ ബൗദ്ധികമായ കഴിവിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് നടന്ന ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ, നൈപുണ്യ വികസന പ്രോജക്റ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള മാർഗരേഖകൾ, അത് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് സെഷനുകൾ നടത്തി. വിദഗ്ധ പരിശീലകർ, പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ, വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേഷ് സായി കൃഷ്ണ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നനോജ് മേപ്പാടിയത്ത്, കേസ് CO TV വിനോദ്, കേസ് ജില്ലാ സ്കിൽ കോർഡിനേറ്റർ VJ വിജേഷ്, തലശ്ശേരി NTTF പ്രിൻസിപ്പൽ R അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു.